നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃത്താല മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി MB രാജേഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം അതിവേഗം മുന്നേറുന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം വോട്ടർമാരെ സമീപിക്കുന്നത്. വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥന ഞായറാഴ്ച രാവിലെ 9 മണിയോടെ ചാലിശ്ശേരി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത്. വീടുകൾ തോറും നേരിട്ടെത്തി വോട്ടർമാരെ കാണുന്നതിനും അവരുമായി വ്യക്തിപരമായ ബന്ധം പുതുക്കുന്നതിനുമായാണ് സ്ഥാനാർത്ഥി മുൻഗണന നൽകുന്നത്. മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിയും യുവാക്കളുമായി വികസനകാര്യങ്ങൾ സംസാരിച്ചും മുന്നേറുന്ന MB രാജേഷിന് വോട്ടർമാരിൽ നിന്നും ആവേശകരമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിപുലമായ വികസന പ്രവർത്തനങ്ങൾ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകൾ, പാലങ്ങൾ, പുതിയ സർക്കാർ ആശുപത്രി കെട്ടിടം തുടങ്ങിയ മേഖലകളിൽ സർക്കാർ നടത്തിയ ഇടപെടലുകൾ തനിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിലെ ജനങ്ങളുടെ സ്നേഹവും പിന്തുണയും ഇത്തവണയും തനിക്കൊപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചരണ പരിപാടികളിൽ സജീവമാണ്. മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നിലെത്താൻ LDFന് സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ പൊതുയോഗങ്ങളും കുടുംബസംഗമങ്ങളും നടത്തി പ്രചരണം കൊഴുപ്പിക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവുമായി ഒരാളെ പിടികൂടി. 5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയാണ് പിടിയിലായത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 കിലോ കഞ്ചാവുമായി ഒരാളെ എക്സൈസ് സംഘം പിടികൂടി. ഷൊർണൂർ റെയിൽവേ സംരക്ഷണ സേനയും പട്ടാമ്പി എക്സൈസ് റേഞ്ച് ടീമും ചേർന്നാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ ഒഡീഷ സ്വദേശിയായ റെങ്കു ഹന്തലിനെ കഞ്ചാവുമായി പിടികൂടിയത്. 5 കിലോ കഞ്ചാവാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത്. പരിശോധനാ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് മോഹൻ, RPF സബ് ഇൻസ്പെക്ടർ K അനൂപ് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KK ബാലകൃഷ്ണൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സൽമാൻ റസാലി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദീപു, അനൂപ് രാജ്, ഷൊർണൂർ റെയിൽവേ സംരക്ഷണ സേനയിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അജിത് കുമാർ, ഹെഡ് കോൺസ്റ്റബിൾ സാവിൻ, കോൺസ്റ്റബിൾ പ്രവീൺ എന്നിവരും ഉണ്ടായിരുന്നു. ഒമാനിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ തൃത്താല സ്വദേശികളായ 2 പേർക്ക് ദാരുണാന്ത്യം. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു. തൃത്താല സ്വദേശികളായ തച്ചറത്തൊടിയിൽ യൂസഫ്, കോട്ടപ്പാടം സ്വദേശി ഷംല എന്നിവരാണ് മരിച്ചത്. ഒമാനിലെ ഇൻകാസ് നേതാവ് ലുബിഷാദിന്റെ ഭാര്യയാണ് ഷംല. ഇവർക്കൊപ്പമുണ്ടായിരുന്ന യൂസഫിന്റെ മാതാവ് റംലയെ കാണാതായി. ഇവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. യൂസഫിന്റെയും ലുബിഷാദിന്റെയും കുടുംബം ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കാൻ പോയതായിരുന്നു. 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. കുടുംബം സഞ്ചരിച്ച നിസാൻ പെട്രോൾ കാർ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട് ഒഴുകിപ്പോവുകയായിരുന്നു. ശനിയാഴ്ച ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയാണ് ഉണ്ടായത്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. മരണവിവരം ഇന്നലെ തന്നെ പുറത്തുവന്നിരുന്നുവെങ്കിലും ഇവർ മലയാളികളാണെന്ന് ഞായറാഴ്ചയാണ് സ്ഥിരീകരിച്ചത്. മണിക്കൂറിൽ 155 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ച കാറ്റിൽ തീരദേശ മേഖലകളിൽ വൈദ്യുതി പോസ്റ്റുകൾ വ്യാപകമായി തകർന്നു വീണിരുന്നു. മസ്കറ്റിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ഖുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഒമാനിലെ മിന്നൽ പ്രളയത്തിൽ ജീവൻ നഷ്ടമായ തൃത്താല സ്വദേശികളുടെ നിര്യാണത്തിൽ മന്ത്രി MB രാജേഷ് അനുശോചിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. ഒമാനിലുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ തൃത്താല മണ്ഡലത്തിൽപ്പെട്ട 2 പേർ മരണപ്പെട്ട സംഭവത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. തൃത്താല തച്ചറത്തൊടിയിൽ 38 വയസ്സുള്ള യൂസഫ്, കോട്ടപ്പാടം സ്വദേശി 32 വയസ്സുള്ള ഷംല എന്നിവരാണ് പ്രളയക്കെടുതിയിൽപ്പെട്ട് മരിച്ചത്. ഭൗതിക ശരീരങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനായി സർക്കാർ തലത്തിൽ ഊർജിതമായ ശ്രമങ്ങൾ നടന്നുവരികയാണെന്ന് മന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും നോർക്കയുമായും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പ്രവാസലോകത്തുണ്ടായ ഈ വിയോഗം നാടിനും കുടുംബത്തിനും നികത്താനാകാത്ത നഷ്ടമാണെന്നും മന്ത്രി പറഞ്ഞു. ഒമാനിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 2 തൃത്താല സ്വദേശികളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അവരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്.
അതിൽ ഒരിക്കൽ കൂടി അനുശോചനം രേഖപ്പെടുത്തുന്നു. ആ രണ്ടുപേരുടെയും മൃതദേഹം നാട്ടിലെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും നോർക്കയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. നോർക്ക ഒമാനിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം അറിയിക്കുകയാണ്. നിരന്തരമായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും നോർക്കയുമായും ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വിവരവും എല്ലാവരുമായിട്ടും പങ്കുവയ്ക്കുകയാണ്. പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം അറിയിച്ചു. 2 ഓഫീസുകളുമായി ഉദ്യോഗസ്ഥരുമായും താൻ നേരിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും MP രാജേഷ് കൂട്ടിച്ചേർത്തു. മരിച്ചവർക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. പട്ടാമ്പി മണ്ഡലം UDF നേതൃയോഗം ചേർന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് യോഗം രൂപം നൽകി. നിയോജക മണ്ഡലം കൺവെൻഷനുകളും മണ്ഡലം കൺവെൻഷനുകളും അടുത്ത ദിവസം മുതൽ തുടങ്ങും. പട്ടാമ്പി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TP ഷാജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാൻ കഴിഞ്ഞ ദിവസം ചേർന്ന UDF നേതൃയോഗത്തിൽ തീരുമാനമായി. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം CP മുഹമ്മദ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. നാളെ പത്രിക സമർപ്പിക്കുവാനും 26-ന് നിയോജകമണ്ഡല കൺവെൻഷൻ നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ KP വാപ്പുട്ടി അധ്യക്ഷനായിരുന്നു. UDF സ്ഥാനാർത്ഥി TP ഷാജി, നേതാക്കളായ PT മുഹമ്മദ്, PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, KTA ജബ്ബാർ, കമ്മുക്കുട്ടി എടത്തോൾ, CS സാജിദ്, E മുസ്തഫ, AP രാമദാസ്, നീലടി സുധാകരൻ, രവീന്ദ്രനാഥ് ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. 26-ന് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. നിരവധി വർഷക്കാലമായി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇന്ന് ഈ വേദിയിലിരിക്കുന്ന നേതാക്കളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ വിവിധ തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകിയ ആളുകളാണ്, പരിചയസമ്പന്നരായ ആളുകൾ. ആ പരിചയസമ്പന്നരായ ആളുകളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നമുക്കൊരു പരാജയം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം. നേരത്തെ നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ സൂചിപ്പിച്ചു, പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഐക്യജനാധിപത്യ മുന്നണിക്കെതിരായും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കെതിരായും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരായും വ്യാപകമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ 1-2 ദിവസമായി അത്തരം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വളരെ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഒന്ന് പരിപൂർണമായി ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയതാണ്. അതായത് വ്യാജ പ്രൊഫൈലുകളാണ്. കോൺഗ്രസിന്റെ പേരിലും ഇപ്പൊ INC കരിങ്ങനാട് അല്ലെങ്കിൽ INC വല്ലപ്പുഴ, INC പട്ടാമ്പി എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രൊഫൈലുകളാണ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്ക് ശനിയാഴ്ച വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തി. ശനിയാഴ്ച രാവിലെ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ കുർബാന അർപ്പിച്ചു. തുടർന്ന് ആശീർവദിച്ച പാത്രിയാർക്ക പതാക ട്രസ്റ്റി CU ശൽമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർക്ക് കൈമാറി. പ്രാർത്ഥനയ്ക്ക് ശേഷം 21ാമത് വടക്കൻ മേഖലാ തീർത്ഥയാത്ര ആരംഭിച്ചു. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബ മോർ ഒസ്താത്യോസ് ബാവയുടെ 96-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചാണ് പരിശുദ്ധ ബാവയുടെ കബറിങ്കലിലേക്ക് വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തിയത്. ബാവയോടുള്ള അപേക്ഷ, പ്രാർത്ഥനകൾ ചൊല്ലി നിരവധി വിശ്വാസികൾ കാൽനടയാത്രയിൽ പങ്കെടുത്തു. കല്ലുംപുറം, കൊരട്ടിക്കര, അക്കിക്കാവ്, അഗതിയൂർ, സെന്റ് ജോർജ് ചാപ്പൽ എന്നിവിടങ്ങളിൽ സ്വീകരിച്ചു. കുന്നംകുളം താഴത്തേപ്പാറ സെന്റ് തോമസ് ചാപ്പലിലെ സംയുക്ത സ്വീകരണത്തിന് ശേഷം തീർത്ഥയാത്ര വൈകിട്ട് 6-ന് ആർത്താറ്റ് കബറിങ്കൽ എത്തിച്ചേരും. കടുത്ത വേനലിൽ ആശ്വാസം പകർന്ന് കാൽനട തീർത്ഥയാത്രയ്ക്ക് വിശ്വാസികൾ ശീതളപാനീയങ്ങൾ, പഴങ്ങൾ എന്നിവ വിതരണം ചെയ്തു. തീർത്ഥയാത്രയ്ക്ക് വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശൽമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പ്രസിദ്ധമായ ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. രാത്രി കഥകളിയുമുണ്ടായിരിക്കും. ഞാങ്ങാട്ടിരി ബോധിക്ഷേത്രത്തിലെ നിർമ്മാല മഹോത്സവം തിങ്കളാഴ്ച വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. രാവിലെ വിശേഷാൽ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് 10 മണി മുതൽ നൃത്തനൃത്യങ്ങളും തിരുവാതിരക്കളിയും അരങ്ങേറും. മറ്റു കലാപരിപാടികളും ഉണ്ടായിരിക്കും.
10:30 മുതൽ കാർത്തികക്കൂട്ട് ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഗജവീരന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോട് കൂടിയുള്ള എഴുന്നള്ളിപ്പ് നടക്കും. വൈകുന്നേരം 5:30 മുതൽ മേളം ആരംഭിക്കും. 6:15 ദീപാരാധനയ്ക്ക് ശേഷം നാദസ്വരവും തുടർന്ന് ഡബിൾ തായമ്പകയും അരങ്ങേറും. അയിലൂർ അഖിൽ മാരാർ, സദനം അശ്വിൻ മുരളി എന്നിവരാണ് ഡബിൾ തായമ്പക അവതരിപ്പിക്കുക. തുടർന്ന് രാത്രി 9 മണി മുതൽ കഥകളി അരങ്ങേറും. ബാലി വിജയമാണ് കഥ. നിറമാല ഉത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം വിവിധ പരിപാടികളോടെ നടത്തും. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ബോധി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 25 മുതൽ 28 വരെ വിവിധ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25 രാവിലെ മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രതന്ത്രി കരിയന്നൂർ ബൗത്രൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ക്ഷേത്ര യജമാൻ സജിത് തിരുമേനി, മേൽശാന്തി എടനീർമഠം നാഗരാജൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ഭക്തി പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ, അന്നദാനം, തായമ്പുക, പഞ്ചവാദ്യം, ഗജവീരന്റെ അകമ്പടിയോടുകൂടിയുള്ള പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായിരിക്കും. വള്ളുവനാട്ടിലെ ചോറ്റാനിക്കര എന്നറിയപ്പെടുന്ന വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം 2026 മാർച്ച് മാസം 25 ബുധൻ മുതൽ മാർച്ച് 28 ശനി വരെ, കൊല്ലവർഷം 1201 മീനം 11 മുതൽ 14 വരെ 4 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. തന്ത്രി ബ്രഹ്മശ്രീ കരിയന്നൂർ ബൗത്രൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിവിധ പൂജകളും ഊരാളൻ ബ്രഹ്മശ്രീ VKS നമ്പൂതിരിപ്പാട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് തൃശൂർ അവരുടെ മേൽനോട്ടത്തിലുമാണ് ചടങ്ങുകൾ നടത്തുന്നത്. ക്ഷേത്രത്തിലെ 54 കമ്മിറ്റിയിൽ നിന്നും എല്ലാ മെമ്പർമാരെയും മാതൃസമിതിയെയും ഉൾപ്പെടുത്തി ഓരോ പ്രോഗ്രാമിനും ഓരോ ചെറിയ ഗ്രൂപ്പായി ഭഗവതിയുടെ ഉത്സവം ഭംഗിയായി നടത്തുവാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കലാപരിപാടികൾ മാർച്ച് 25 വൈകുന്നേരം 5:30 സംഗീത വിദുഷി ശ്രീമതി ഷീജ നമ്പൂതിരി ചെറുതുരുത്തി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ M ഗോപാലകൃഷ്ണൻ നായർ, PT വിജയകുമാർ, M രമേശ്, ശശി കണ്ണന്തൊടി, K ഗംഗാധരൻ, PT രമേഷ് കുമാർ, P ശിവശങ്കരൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ക്ഷേത്ര കലകൾക്ക് അതുപോലെ ക്ലാസിക്കൽ കലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കേരള കലാമണ്ഡലത്തിലെ അടക്കം പ്രഗത്ഭരായിട്ടുള്ള നർത്തകിമാരും സംഗീത വിദുഷികളുമാണ് ഈ കലാപരിപാടികളെ സാംസ്കാരിക സദസ്സിനെ ധന്യമാക്കുന്നത്. പഞ്ചവാദ്യം പേരുകേട്ട പരക്കാട് തങ്കപ്പന്മാരാരുടെ മകനായ മഹേന്ദ്രന്മാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യമായിരിക്കും. അതേപോലെ വളർന്നു വരുന്ന തായമ്പകയുടെ പ്രതിഭയായുള്ള കല്ലേക്കുളങ്ങര ആദർശാണ് തായമ്പക അവതരിപ്പിക്കുന്നത്. തുടർന്ന് കലാമണ്ഡലം ഡോക്ടർ അനൂപ് ഭീമനാട് അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്തുണ്ടായിരിക്കും. കലാമണ്ഡലം നിമിഷയും സംഘത്തിൻ്റെയും നൃത്യങ്ങളുണ്ടായിരിക്കും. കലാമണ്ഡലം ശരണ്യമുരളുടെ കുച്ചിപ്പുടി ഉണ്ടായിരിക്കും. പട്ടാമ്പിയുടെ അഭിമാനമായിട്ടുള്ള കലാമണ്ഡലം രേഷ്മ രാജഗോപാലിന്റെ മോഹിനിയാട്ടം ഉണ്ടായിരിക്കും. അതുപോലെ അമൃത ഹോസ്പിറ്റലിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ അർച്ചന ശങ്കറിന്റെ ഭരതനാട്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേക നൃത്ത വിഭാഗം കൂടി പ്രാവശ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കഥക് നൃത്തം അവതരിപ്പിക്കുന്നത് അതുല്യ നായർ നീലാഞ്ജനം തച്ചോത്ത് ആയിരിക്കും. ചരമം തളി തേവത്ത് രാമചന്ദ്രൻ നിര്യാതനായി 65 വയസ്സായിരുന്നു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ ആണ് പരേതൻ. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ നടത്തും. റിട്ടയർഡ് അധ്യാപിക സുജാതയാണ് ഭാര്യ. അപർണ, അനഘ എന്നിവർ മക്കളാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.